വെനസ്വേലയിൽ സ്ഥിതി ആശങ്കാജനകമെന്ന് ഭാരതം. ചർച്ചകളിലൂടെ മേഖലയിൽ സമാധാനം ഉറപ്പാക്കണം. വെനസ്വേലൻ ജനതയ്ക്ക് ഉറച്ച പിന്തുണ നൽകുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേർന്നു. ഐസൺ, നമുക്കറിയാം പുതുവർഷം പിറന്ന് 4 ദിവസം മാത്രമേ ആകുന്നുള്ളൂ. പക്ഷേ ലോകത്തിപ്പോൾ അശാന്തി പടരുകയാണ്. വെനസ്വേലയ്ക്കെതിരെ US തിരിയുന്നു. വെനസ്വേലൻ പ്രസിഡന്റിനെയും ഭാര്യയും തട്ടിക്കൊണ്ടുപോകുന്ന സ്ഥിതിയുണ്ടാകുന്നു. ഇപ്പോൾ എന്താണ് നിലവിലെ സാഹചര്യം? അമൽ, നിലവിൽ നാളെ UN സെക്യൂരിറ്റി കൗൺസിൽ ഈ വിഷയത്തിൽ യോഗം ചേരുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരുന്നത്. മാത്രമല്ല, ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ നിലപാട് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. വെനിസ്വേലയിലെ സംഭവവികാസങ്ങളിൽ ആശങ്കയുണ്ട് എന്ന നിലപാടാണ് ഭാരതം അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരം പ്രശ്നങ്ങൾ, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലയിടങ്ങളിലും, അതായത് ലോകം മുഴുവനുള്ള രാഷ്ട്രങ്ങളിൽ സന്ദർശിക്കുമ്പോഴെല്ലാം തന്നെ, പ്രത്യേകിച്ചും യുക്രൈനും റഷ്യയും ഒക്കെ സന്ദർശിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് ബുദ്ധൻ്റെ നാട്ടിൽ നിന്ന് വരുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ സമാധാനത്തിൻ്റെ സന്ദേശമാണ്, ഞാൻ സമാധാനത്തിൻ്റെ പക്ഷക്കാരനാണ് എന്ന ഒരു നിലപാടാണ്. ചർച്ചകളിലൂടെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതെന്ന് പ്രധാനമന്ത്രി തുടർച്ചയായി പറയാറുണ്ട്. അതേ നിലപാട് തന്നെയാണ് ഭാരതം ഇക്കാര്യത്തിൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. അതായത് വെനിസ്വേലയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കേണ്ടതുണ്ട്. അല്ലാതെ ഇത്തരത്തിലുള്ള സംഘർഷത്തിലേക്ക് നീങ്ങുന്നതിന് പകരം അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ വഴികളിലൂടെ വേണം പോകേണ്ടതുള്ളത് എന്ന് കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. അത്തരത്തിലൊരു നിലപാടാണ് ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. തീർച്ചയായും വാർത്താക്കുറിപ്പിൽ അവിടെയുള്ള ഭാരതീയരുടെ ആശങ്ക സംബന്ധിച്ചും അതുപോലെ തന്നെ അവിടെ നിലനിൽക്കുന്ന ആശങ്ക സംബന്ധിച്ചും എല്ലാം തന്നെ പരാമർശമുണ്ട്. ഈ പ്രശ്നപരിഹാരത്തിനായി ഒരു സംയുക്ത ശ്രമം വേണമെന്ന ഒരു നയതന്ത്രപരമായ നിലപാടിലാണ് ഭാരതമുള്ളത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ UN സെക്യൂരിറ്റി കൗൺസിൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, UN സെക്യൂരിറ്റി കൗൺസിലിൽ ചർച്ച വരാനിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. റഷ്യയാണ് ചർച്ച വേണമെന്ന് ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വെനിസ്വേല തന്നെ UN സെക്യൂരിറ്റി കൗൺസിൽ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു പരിമിതി അല്ലെങ്കിൽ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്, അമേരിക്ക തന്നെ വീറ്റോ പവറുള്ള UN സ്ഥിരാംഗമാണ്, UN സുരക്ഷാ കൗൺസിലിലെ സ്ഥിരാംഗമായതുകൊണ്ട് തന്നെ ചർച്ചകൾ ഏത് വഴിയിൽ പുരോഗമിക്കുമെന്നൊക്കെ നമുക്ക് നാളെ ചർച്ചകൾക്ക് ശേഷമേ അറിയാൻ സാധിക്കൂ എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. മറ്റൊരു പ്രധാന വിഷയമെന്ന് പറയുന്നത് വെനിസ്വേലയിലെ നിയന്ത്രണം, വെനിസ്വേലയുടെ ഭരണം എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള നിയന്ത്രണം മുഴുവൻ അമേരിക്ക ഏറ്റെടുത്തിരിക്കുകയാണ്. മാത്രമല്ല, പുതിയൊരു ട്രാൻസിഷൻ ഗവൺമെൻറ് അല്ലെങ്കിൽ പുതിയൊരു സംവിധാനം വരുന്നത് വരെ ഈ ഭരണം, അമേരിക്കയുടെ നിയന്ത്രണം അവിടെ തുടരുമെന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകം എന്ന് പറയുന്നത്, അമേരിക്കയിലെ പല വമ്പൻ കമ്പനികളും, കുത്തക എണ്ണ ഉൽപ്പാദന കമ്പനികളെല്ലാം തന്നെ കൃത്യമായും അവിടെ എത്തിയിട്ടുണ്ട്. അതായത് വെനിസ്വേലയിലേക്ക് പുറപ്പെടും എന്ന നിലപാട് ട്രംപ് ഇന്നലെ വാർത്താസമ്മേളനത്തിലും അറിയിച്ചിരുന്നു. അത്തരത്തിൽ ചില സാമ്പത്തികമായ ലക്ഷ്യങ്ങൾ അമേരിക്കയ്ക്കുണ്ട് ഈ വെനിസ്വേലയിൽ നടത്തിയ ഈ നടപടിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 40ഓളം പേർ മരിച്ചു എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, നിക്കോളാസ് മഡൂറോയെ ന്യൂയോർക്കിൽ എത്തിച്ച് വിചാരണ ചെയ്യും, ന്യൂയോർക്കിൽ എത്തിച്ചു കഴിഞ്ഞു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അത്തരത്തിൽ വിവിധങ്ങളായ സംഭവവികാസങ്ങൾ ഇന്നലെ ഈ 24 മണിക്കൂറിലേറെയായ ഒരു സാഹചര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാനും അറിയാനും സാധിക്കുന്നത്. ലോകം മുഴുവനും ഇതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. ചില രാജ്യങ്ങൾ അനുകൂല നിലപാടുകളും സ്വീകരിക്കുന്നുണ്ട്. ഏറ്റവും വ്യത്യസ്തമായ നിലപാടുകൾ എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളും എല്ലാം തന്നെ ഇതിനെ എതിർക്കുമ്പോൾ സെലൻസ്കിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു നിലപാടാണ്, എല്ലാ ഏകാധിപതികളോടും ഇതേ നിലപാട് സ്വീകരിക്കണം. സ്വാഭാവികമായും റഷ്യയുടെ ഏകാധിപതി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഇതുപോലെ ഡിറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ പിടികൂടി കൊണ്ടുപോകണമെന്ന നിലപാടാണ് സെലൻസ്കി അറിയിച്ചത്. പക്ഷേ അതൊരു തമാശ രൂപേണ പറഞ്ഞതാണോ അതോ കാര്യമായി പറഞ്ഞതാണോ എന്നുള്ള ആശങ്ക, ഒരു കൺഫ്യൂഷനാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളിലെ നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ വിദേശ വിദഗ്ധർ വിലയിരുത്തുന്നത് പോലെ തന്നെ വിശാലമായ എണ്ണപ്പാടം കണ്ടിട്ട് തന്നെയാണ് ഈ ഒരു ട്രംപിൻ്റെ ശുഷ്കാന്തി എന്ന് പറയുമ്പോഴും ട്രംപ് എപ്പോഴും നിർബന്ധം പിടിക്കുന്ന ഒരു കാര്യമുണ്ട്. പല കാര്യങ്ങളിലും ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഒരു സിനിമയുടെ പേര് പോലെ ഭയം, ഭക്തി, ബഹുമാനം, ഈ ഇത്രയും കാര്യങ്ങൾ പല രാജ്യങ്ങൾക്കും തന്നോട് വേണം എന്ന് ഒരു നിർബന്ധം പിടിക്കുന്ന ഒരു രീതിയാണ് ട്രംപിൻ്റേത്. അത്തരത്തിൽ ഒരു ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്ന ഒരു രീതിയിലുള്ളൊരു പടപ്പുറപ്പാടാണോ ഇപ്പോൾ കണ്ടത്? അങ്ങനെ നമ്മൾ കാണാൻ കഴിയുമോ? തീർച്ചയായും മറ്റു ചില രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പ്, അത് ക്യൂബയ്ക്കും അതുപോലെ തന്നെ മറ്റു ചില രാജ്യങ്ങൾക്കുമാണ് മുന്നറിയിപ്പാണ് എന്ന നിലപാട് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യക്ഷമായും പരോക്ഷമായും ഉണ്ടായിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുപോലെ കൊളംബിയയുടെ കാര്യത്തിൽ വളരെ കൃത്യമായൊരു നിലപാട് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. കൊളംബിയ ഇത്തരത്തിൽ ഈ കൊക്കൈൻ ഉൽപ്പാദിപ്പിക്കുന്നു, അത്തരത്തിലൊരു കൊക്കൈൻ ഉൽപ്പാദിപ്പിച്ച് ലോകം മുഴുവൻ വിതരണം ചെയ്യുന്നു എന്ന ഒരു ആരോപണവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിലൊരു മുന്നറിയിപ്പ് പോലെ തന്നെയാണ് ഇതിനെ പരിഗണിക്കേണ്ടത് എന്നതൊരു യാഥാർത്ഥ്യമാണെങ്കിലും, പക്ഷേ ഈ ലാറ്റിൻ അമേരിക്കയിലെ ചെറിയ രാജ്യങ്ങളെയൊക്കെ തന്നെ അത് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ കൂടി
ഒരു ലോകക്രമത്തിലേക്കുള്ള ഒരു നീക്കമായോ അല്ലെങ്കിൽ ലോകം മുഴുവനും തന്നെ ആദരിക്കണം, നിയന്ത്രിക്കണം എന്നൊരാവശ്യമായോ തനിക്ക് നിയന്ത്രിക്കണം എന്നൊരാവശ്യമായോ അതിനെ കണക്കാക്കുന്നത് അത്ര പ്രായോഗികമായി നടപ്പാകുന്ന കാര്യമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വളരെ ശക്തമായ സൈനിക സംവിധാനങ്ങളുള്ള, പ്രത്യേകിച്ചും ഭാരതത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഗ്ലോബൽ സൗത്ത് ശാക്തീകരിക്കുന്ന ഒരു സാഹചര്യം, ബ്രിക്സ് പോലുള്ള മറ്റു ക്ലസ്റ്ററുകളെല്ലാം ശാക്തീകരിക്കുന്ന ഒരു സാഹചര്യം, അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളും ഈ G20 പോലുള്ള ശാക്തീകരണങ്ങളൊക്കെ നടക്കുമ്പോൾ കുറേ കൂടി കാര്യക്ഷമമായ ഇടപെടൽ നടത്താൻ, ഒരു കളക്റ്റീവ് ബാർഗെയിനിങ്ങിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ മറ്റു ലോകരാഷ്ട്രങ്ങൾക്ക് സാധിക്കുമെന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്ന ഒരു ലോകത്ത് നമ്മൾ നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും അതിനൊരു വലിയൊരു സ്വാധീനം ട്രംപിൻ്റെ ഈ നിലപാടുകൾക്ക് നടത്താൻ സാധിക്കില്ല. എങ്കിൽ കൂടി ട്രംപ് ഉദ്ദേശിക്കുന്നത് പഴയ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്നത് പോലെ അന്താരാഷ്ട്ര സ്വാധീന തലങ്ങളിലും അമേരിക്കയെ കൂടുതൽ സ്വാധീനമുള്ള ശക്തിയാക്കുക, അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് ഒരു നിയന്ത്രണമുള്ള ശക്തിയായി മാറുക, ലോക പോലീസ് ആവുക എന്ന ലക്ഷ്യമൊക്കെ ഇതിന് പിന്നിലുണ്ട് എന്നത് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസം ഈ ഒരു വിഷയത്തിൽ റഷ്യയും ചൈനയും അടക്കം അമേരിക്കയെതിരെ തിരിയുമ്പോഴും നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. അവിടെയുള്ള ജനങ്ങൾ തന്നെ ഈ ഒരു മഡൂറോ പുറത്തായ, മഡൂറോയെ തട്ടിക്കൊണ്ടുപോയ അല്ലെങ്കിൽ മഡൂറോയെ US ബന്ദിയാക്കിയപ്പോൾ ആഘോഷിക്കുന്ന ഒരു സാഹചര്യം അവിടെ നമ്മൾ കണ്ടു. ഒരു ജനാധിപത്യത്തിൻ്റെ മറവിൽ ഏകാധിപത്യമായിരുന്നു അവിടെ നടന്നിരുന്നത് എന്ന് തന്നെ വേണ്ട നമുക്കത് മനസ്സിലാക്കാൻ. അമൽ, തീർച്ചയായും അത്തരത്തിലൊരു പ്രശ്നം, അതായത് ഹ്യൂഗോ ഷാവേസിന് ശേഷം അധികാരത്തിൽ വന്ന മഡൂറോയുടെ ആ ഒരു നീക്കങ്ങൾ ഒരു ഏകാധിപത്യ സ്വഭാവമുള്ളതാണ് എന്ന ഒരു ആരോപണം വളരെ ശക്തമായി ഉയർന്നിരുന്നു. നമുക്കറിയാവുന്നതാണ് 2025 നൊബേൽ സമ്മാനം ലഭിച്ച മരിയ കൊറിനോ മച്ചാഡോ എന്ന് പറയുന്ന വ്യക്തി ഈ വെനസ്വേലയിലെ തന്നെ പ്രതിപക്ഷ നേതാവാണ്. അവരെല്ലാം തന്നെ അത്തരത്തിലുള്ള ഒരു പ്രൊമോഷൻ, അതായത് ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ടാണ്, ഈ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണുള്ള നീക്കങ്ങളാണ്, അതായത് ഇത്തരത്തിലുള്ള ചില പ്രതിഷേധങ്ങളും ചില നീക്കങ്ങളുമൊക്കെ സംഘടിപ്പിക്കുന്നതിൻ്റെ പേരിൽ ഒളിവിൽ കഴിയേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അവർ ഈ ഡിസംബർ 12 അവർ അധികകാലം ഈ സർക്കാർ ഇത്തരത്തിലുള്ള ഒരു ഏകാധിപത്യ സ്വഭാവം നിലനിൽക്കില്ല എന്നൊക്കെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വളരെ ഗൗരവമേറിയ ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. ഈ സാഹചര്യങ്ങളിലാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ഈ സംഭവവികാസങ്ങളൊക്കെ വന്നു ചേരുന്നത് എന്നതും, അതുപോലെ തന്നെ ഈ നിക്കോളസ് മഡൂറോ ഈ ഏകാധിപത്യ ഭരണത്തിനെതിരെ അവിടെ വെനിസ്വേലയിൽ തന്നെ ചില എതിർപ്പുകളുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ തീർച്ചയായും അവിടെയുള്ള ജനങ്ങളിൽ ഈ മഡൂറോയോട് എതിർപ്പുള്ളവരുണ്ടായിരുന്നു. അവരെല്ലാം ആഘോഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഏകാധിപത്യ സ്വഭാവത്തെക്കുറിച്ച് രാജ്യം വിട്ടു പോകാനുള്ളൊരു നീക്കം നടത്തിയപ്പോൾ ഐസൺ, ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാരണം ഒരു ലഹരിക്കടത്ത്, അങ്ങനെ ഒരു ലഹരിക്കടത്താണ് ട്രംപിനെ ഇതിലേക്ക് നയിച്ചത്. അപ്പോൾ നമ്മൾ കാണേണ്ടത് ആ ഒരു ലഹരിക്കടത്തിൽ ശരിക്കും എല്ലാം കൊണ്ടും വെനസ്വേല തന്നെയാണോ മുന്നിൽ? പക്ഷേ അതിനൊക്കെ പിന്തള്ളിക്കൊണ്ട് ചില റിപ്പോർട്ടുകളുണ്ട്. കൊക്കൈൻ ഉൽപ്പാദകരായി ലോകത്തിലെ ഏറ്റവും ഉള്ളത് സംസ്ഥാനമായ അയൽരാജ്യമായ കൊളംബിയയാണ്. അത്തരത്തിൽ ഈ വെനസ്വേലയിൽ പ്രസിഡന്റ് തട്ടിക്കൊണ്ട് പോകുമ്പോൾ കൊളംബിയയിലെ അവിടെ നിന്നും ലഹരി കടത്തുന്നത് US-ലേക്കാണ്. ആ ഒരു ഘട്ടത്തിൽ ഈ ലഹരിക്കടത്തിന് കുറവുണ്ടാകുമെന്ന ഒരു വിലയിരുത്തൽ ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായും ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഗൗരവമായൊരു വിഷയം തന്നെയാണ്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിഷയം നേരത്തെ പറഞ്ഞതുപോലെ കൊളംബിയയിലെ കൊക്കൈൻ ഉൽപ്പാദനം നടക്കുന്നുവെന്ന് ട്രംപ് ഇന്നലെ തന്നെ പറയുകയും ചെയ്തിരുന്നു. അത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക്, ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കാണ് ഈ മറുപടി പറഞ്ഞത്. അതായത് കൊളംബിയൻ പ്രസിഡന്റ് ഇത്തരത്തിൽ പെഡ്രോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കൊക്കൈൻ ഉൽപ്പാദനവും അതിൻ്റെ വിതരണവുമാണ്. ഇനി ഒരു പക്ഷേ കൊളംബിയ ആയിരിക്കാം ലക്ഷ്യമെന്നൊരു സൂചന തന്നെയാണ് നൽകിയത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കൊളംബിയ, അതുപോലെ ക്യൂബ, അങ്ങനെയുള്ള ചില രാജ്യങ്ങളെ കൂടി ലക്ഷ്യം വെക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ ചില നീക്കങ്ങളെല്ലാം തന്നെ നടത്തുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊളംബിയയിൽ നിന്ന് കുടിയേറിയവരെ തിരിച്ചയക്കുകയും അവരെ തിരിച്ചയക്കുന്നതിന് വിമാനം അയക്കാമെന്ന നിലപാട് സ്വീകരിക്കുന്ന കൊളംബിയൻ പ്രസിഡന്റിൻ്റെ നീക്കങ്ങൾ, അത്തരത്തിലുള്ള നിരവധിയായ നീക്കങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ നാടുകടത്തലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ തീർച്ചയായും ഈ ഒരു മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി സമീപിക്കുന്നത് തന്നെയാണ്. പക്ഷേ നമുക്കറിയാവുന്നതാണ് 40ഓളം ബോട്ടുകൾ വെനിസ്വേലയിൽ നിന്നുള്ള 40ഓളം ബോട്ടുകൾ കരീബിയൻ കടലിൽ തകർക്കുന്നൊരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ ബോട്ടുകളെല്ലാം തന്നെ ഉൾപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ ആ ബോട്ടുകളിലെല്ലാം ഉണ്ടായിരുന്നത് വലിയ ബോട്ടുകൾ, കപ്പലുകൾക്ക് സമാനമായ വലുപ്പമുള്ള വലിയ ഫിഷിംഗ് ബോട്ടുകളിലെല്ലാം തന്നെ വൻതോതിൽ മയക്കുമരുന്നുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്രിമിനലുകൾ അവിടെ നിന്ന് തങ്ങളുടെ രാജ്യത്തേക്ക് വരുന്നു എന്ന ആരോപണമൊക്കെ ട്രംപ് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അത് തുടർച്ചയായി തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഉന്നയിക്കുന്നത് തന്നെയാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കുകയും ചെയ്തത്. അത്തരത്തിൽ ആ ഒരു നിലപാട് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. മയക്കുമരുന്ന് കടത്തുന്ന ഒരു വിഷയമുണ്ട്, അത്തരത്തിലുള്ള വിവിധ വിഷയങ്ങളുണ്ട്. എങ്കിൽ കൂടി ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം, ഒരു പക്ഷേ മയക്കുമരുന്ന്
മയക്കുമരുന്ന് കടത്തിയ വിഷയവുമായി ബന്ധപ്പെട്ട് വെനിസ്വേലയിൽ നിന്നുള്ള ബോട്ടുകളൊക്കെ തകർത്തതൊക്കെ വസ്തുതയായിരിക്കാം. പക്ഷേ ഇത്തരത്തിലൊരു നീക്കം നടത്തി ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് മഡൂറോയെ ചോദ്യം ചെയ്യുന്നു എന്നാണ്. ബ്രൂക്ലിൻ തടങ്കൽ പാളയത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ചോദ്യം ചെയ്യുന്നതിനും ഇത്തരത്തിലുള്ള ന്യൂയോർക്കിൽ ഒരു കോടതി കുറ്റം ചുമത്തുന്നതിനുള്ള നീക്കങ്ങളെ കുറ്റപത്രം സമർപ്പിക്കുക, അത്തരത്തിലുള്ള നടപടികളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇതെല്ലാം തന്നെ കുറേയൊക്കെ വസ്തുതകളുള്ളതും കുറേയൊക്കെ വാസ്തവ വിരുദ്ധവുമാകാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല. മറ്റൊരു പ്രധാന വിഷയം നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് മയക്കുമരുന്ന് മാത്രം അല്ല വിഷയം എന്നതിനെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അമേരിക്കയിലെ പല എണ്ണ ഉത്പാദന കമ്പനികളും ക്രൂഡ് ഓയിൽ ഖനനം ചെയ്യുന്ന കമ്പനികളൊക്കെ വെനിസ്വേലയിലേക്ക് തിരിക്കുമെന്ന് തന്നെ കൃത്യമായി ട്രംപ് പറയുകയും ചെയ്തു. അത് തങ്ങളുടെ ലക്ഷ്യം തന്നെയാണ് എന്ന് പരസ്യമായി പറയുകയും ചെയ്തു. നമ്മളോടിപ്പോൾ സംസാരിച്ച അതിഥി എല്ലാം തന്നെ അക്കാര്യം പറയുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ നേരിട്ട് തങ്ങളുടെ ലക്ഷ്യം ആ റിസോഴ്സസ് തന്നെയാണ് എന്ന് പറയാൻ പോലും അമേരിക്ക മടിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഒരു ലോകക്രമം മാറുകയാണോ അതോ ലോകത്ത് മറ്റൊരു രീതി പിന്തുടരുകയാണോ, എന്തെല്ലാമാണോ സംഭവിക്കുന്നത് എന്ന് വരും ദിവസങ്ങളിൽ കുറെ കൂടി വ്യക്തമാവുകയും ചെയ്യും.